യുദ്ധത്തിന്റെ 34-ാം ദിവസത്തിലൂടെ ഇന്ന് ഏപ്രിൽ 2-ാം തീയതി നമ്മൾ കടന്നു പോകുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത ആഴ്ചകളിൽ ഇറാന് നേരെ കൂടുതൽ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ്. അടുത്ത 2-3 ആഴ്ച എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അമേരിക്കൻ സേന ലക്ഷ്യത്തിന് അടുത്തെത്തിയെന്ന് അദ്ദേഹം ട്രംപ് അവകാശപ്പെടുന്ന സമയത്ത് തന്നെ നാറ്റോ രാജ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയും അതിശക്തമാവുകയാണ്. ഇറാന്റെ സൈനിക ആണവശേഷികൾ തകർത്ത് വിജയം നേടി എന്ന പ്രഖ്യാപനമാണ് വാർത്താ സമ്മേളനത്തിൽ ട്രംപ് നടത്തുന്നത്. എന്നാൽ വിജയം നേടി എന്ന് പറയുമ്പോഴും യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു പരാമർശവും ഒരു വാക്കുപോലും അദ്ദേഹം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നടത്തിയില്ല. അതുമാത്രമല്ല, കരയുദ്ധത്തെക്കുറിച്ചും ഒരു പരാമർശവും നടത്തിയില്ല. ഈ വാർത്താ സമ്മേളനത്തിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം വരുന്ന ആഴ്ചകളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വലിയ രീതിയിൽ തന്നെ കൂടി. എണ്ണവില കൂടിയതോടെ ഓഹരി വിപണിയും താഴ്ന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം, ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ വാക്കുകൾ, സ്റ്റേറ്റ്മെന്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കരയുദ്ധത്തിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ ഇറാനിലുള്ള 70 ലക്ഷത്തോളം ആളുകൾ സൈന്യത്തിനൊപ്പം നിന്ന് പോരാടുമെന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു അറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. ഇന്ന് ഏപ്രിൽ 2-ന് UAE ലക്ഷ്യമാക്കി വന്നിട്ടുള്ള 19 ബാലിസ്റ്റിക് മിസൈലുകൾ 26 ഡ്രോണുകളും വിജയകരമായി പ്രതിരോധിച്ചതായിട്ട് UAEയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി രാജ്യത്തേക്ക് ആകെ വന്ന 457 ബാലിസ്റ്റിക് മിസൈലുകൾ, 19 ക്രൂയിസ് മിസൈലുകൾ, 2038 ഡ്രോണുകളുമാണ് UAE എയർ ഡിഫൻസ് സംവിധാനം നിഷ്പ്രഭമാക്കിയത്. അതേസമയം തന്നെ സമാധാനം പുലരാൻ, യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇന്നിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സൗദി ക്രൗൺ പ്രിൻസുമായിട്ടൊരു ഫോൺ സംഭാഷണം നടത്തി. അതിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടപ്പിലാക്കാൻ സാധിക്കുക, ഏത് തരത്തിലുള്ള നയതന്ത്ര കാര്യങ്ങളിലാണ് ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആ സംഭാഷണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഒരു അസംതൃപ്തിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. ഇപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് യുക്തിപരമായിട്ട് ഈ കാര്യങ്ങളെ നേരിടണം എന്നുള്ളതാണ്. ട്രംപിന്റെ പ്രസ്താവനകളിലും നിലപാടുകളിലൊക്കെ ഉള്ള അസംതൃപ്തി അദ്ദേഹം വീണ്ടും വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈനികമായിട്ട് ഹോർമൂസ് തുറക്കുക എന്നുള്ള കാര്യമൊന്നും യാഥാർത്ഥ്യമല്ല, അതൊന്നും നടപ്പിലാവാൻ പോകുന്ന കാര്യമല്ല. ഒരു ബലം പ്രയോഗിച്ച് ഇത് നടപ്പിലാക്കാൻ വളരെ പ്രയാസമാണ്, അത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്, ഒരുപാട് വെല്ലുവിളികൾ ഈ ഒരു കാര്യത്തിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ സീസ് ഫയർ ആണ്, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്, അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ഇതിനെ പരിഹരിക്കാൻ നോക്കുക എന്നതാണ് യുക്തിപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെയാണ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. ഇതിനെന്തായാലും ഇറാനുമായിട്ടുള്ള ഒരു സഹകരണം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ സീസ് ഫയർ ചർച്ചകൾ പുനരാരംഭിക്കണം എന്ന രീതിയിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രഖ്യാപനം, ഒരു മുന്നറിയിപ്പായിട്ടൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ഒരു സംഘർഷം ഉണ്ടല്ലോ, അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക്, വലിയ കോലാഹലങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. ആഗോളതലത്തിൽ ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ US-ഉം ഇസ്രായേലും ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആശങ്കയോടുകൂടിയാണ് ഇത് പറയുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമാധാനപരമായിട്ടുള്ള ചർച്ചകൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശക്തമായിട്ടുള്ള രീതിയിൽ ആശയവിനിമയങ്ങൾ കൊണ്ട്, ചർച്ചകൾ കൊണ്ടൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ, സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സജീവമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മീനിങ്ഫുൾ നെഗോസിയേഷൻസ്, അതായത് അർത്ഥവത്തായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടൻ വിളിച്ചിട്ടുള്ള യോഗത്തിൽ ഇന്ത്യയും പങ്കെടുത്തതായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടൽപാത തുറക്കാനായിട്ടുള്ള മാർഗങ്ങൾ ആലോചിക്കാനായിട്ട് ബ്രിട്ടൻ വിളിച്ചിട്ടുള്ള യോഗത്തിൽ ഇന്ത്യ പങ്കെടുത്തതായിട്ട് ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, UAE അടക്കം 35 രാജ്യങ്ങളാണ് ഈ ഒരു
യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഓൺലൈനായിട്ട് പങ്കെടുത്തതായിട്ടാണ് അറിയിക്കുന്നത്. ഹോർമൂസ് അടച്ചിട്ട ഇറാന്റെ നടപടി ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കിയെന്ന രീതിയിലാണ് ഈ യോഗത്തിൽ ബ്രിട്ടൻ കുറ്റപ്പെടുത്തിയത്. അതേസമയം ഈ യോഗത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. ഈ യുദ്ധവുമായിട്ട് സഹകരിക്കാത്ത നാറ്റോ സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഭീഷണി വീണ്ടും ട്രംപ് മുഴക്കുകയും ചെയ്തു. ഏതായാലും ലോകരാജ്യങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഈ സമ്മർദ്ദവും ഇടപെടലും ഒക്കെ ശുഭാന്ത്യത്തിൽ ഇതിനെ കൊണ്ടെത്തിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, അരീൻ ബേക്കേഴ്സ്, e-lessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസുദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, ഇന്ത്യ GCC ബിസിനസ് ലോഞ്ച്.